കാസർഗോഡ് ചീമേനിയിൽ നടന്ന 80 പവൻ്റെ മോഷണം ഇന്നുവരെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2025 ഫെബ്രുവരി 3-നാണ് ആ മോഷണം നടന്നത്. 80 പവനും കുറേ വെള്ളിപ്പാത്രങ്ങളുമാണ് മോഷണം പോയത്. 80 പവനെന്ന് പറയുമ്പം ഏകദേശം ഇപ്പോൾ 1 കോടി രൂപ കഴിഞ്ഞിരിക്കുന്നു. ചീമേനി നെടുമ്പയിലെ മുകേഷിൻ്റെ വീട്ടിലാണ് ഈ മോഷണം നടന്നത്. അവരുടെ വീട്ടിലെ പശുവിനെ നോക്കാനായിട്ട് നേപ്പാളുകാരനായ ചക്ര ഷാഹിയും ഭാര്യ ഇഷ ചൗധരിയും ഉണ്ടായിരുന്നു. അവർ കുറച്ച് ദിവസം കൊണ്ട് ഇവരെ പശുവിനെ നോക്കാനായിട്ടൊക്കെ വീട്ടുജോലിക്ക് സഹായിക്കാനായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അവർ 2025 ഫെബ്രുവരി 3-ന് മുകേഷും ഭാര്യയും അവർ കണ്ണൂർക്ക് പോയി. അവരുടെ വീട്ടിൽ ബന്ധുക്കളെ കാണാൻ പോയ സന്ദർഭത്തിൽ വീട് പൂട്ടിയിട്ട് പോയി. അവർ പോയി കഴിഞ്ഞ ഉടനെ ഇവിടുത്തെ നേപ്പാളുകാരൻ ചക്രഷാഹി അയാളുടെ സുഹൃത്തുക്കൾ കള്ളന്മാരെ വിളിച്ചു വരുത്തി ആ പൂട്ടിയിട്ടിരുന്ന വീട് അവർ തല്ലിപ്പൊട്ടിച്ചു. അതിനുശേഷം വീട്ടിനകത്തിരുന്ന 80 പവനും കുറേ സ്വർണ്ണപാലനും കുറേ വെള്ളിപ്പാത്രങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയി. അവരുടൻ തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഓട്ടോറിക്ഷയിലായി പോയത്. അവർ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ നേപ്പാളുകാരായ അവരുടെ കള്ളന്മാരായ സുഹൃത്തുക്കളും അവർ ഒരു ഓട്ടോറിക്ഷയിൽ നേരെ പോകുന്നത് കണ്ടു. അത് പോലീസ് CCTV ദൃശ്യത്തിൽ കണ്ടെത്തി. വീടിനകത്തെ CCTV ദൃശ്യത്തിലായാലും ശരി, അവരുടെ ആ വീട്ടിൽ ജോലിക്കുന്ന പശുവിനെ നോക്കാൻ വന്ന ഭാര്യയും ഭർത്താവും മാത്രമല്ല പ്രതികൾ, മറ്റുള്ളവരും ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഏകദേശം 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതായത് 1.25 വർഷത്തോളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു ക്ലൂവും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ഇവരെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നേപ്പാളിലെ പ്രൊഫഷണലായിട്ടുള്ള മോഷണം നടത്തുന്ന ആൾക്കാരാണെന്ന് പോലീസിന് മനസ്സിലായി. അവർ ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഇവരുടെ കൂടെ ഉൾപ്പെട്ടെന്ന് പറയുന്ന ഒരാളെ പൂനെയിൽ നിന്ന് അവർ പിടികൂടി കൊണ്ടുവന്ന് ചോദ്യം ചെയ്തിട്ട് കേസിന് തുമ്പൊന്നും ഉണ്ടായില്ലെന്നാണ് മനസ്സിലാകുന്നത്. അയാൾ ഈ നേരത്തെ മോഷണം നടത്താനുണ്ടായിരുന്നോ ഇല്ലയോ എന്നും അറിയില്ല. എന്തായാലും ഈ കേസിനെ പറ്റി യാതൊരു തുമ്പും ഇപ്പോൾ ഇല്ല. ഇവരാണ് പറയുന്ന അതിൻ്റെയുള്ള CCTV ദൃശ്യം ഉണ്ട്. നേപ്പാളുകാർ പ്രൊഫഷണൽ ആൾക്കാരാണ്. അവിടെ പോലീസ് അന്വേഷിച്ചപ്പം ഇവരവിടുത്തെ പ്രൊഫഷണൽ കള്ളന്മാരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവർ തിരിച്ച് നേപ്പാളിൽ പോകുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ഇവരെപ്പോഴുള്ളവർക്കൊക്കെ ജോലി ലഭിക്കുന്നതുകൊണ്ട് എവിടെയും അവർക്ക് ഒതുങ്ങി നിൽക്കാം. പക്ഷേ 80 പവൻ അന്ന് മോഷ്ടിച്ചത് 2025-ലായതുകൊണ്ട് എങ്ങനെയായാലും 10-50 ലക്ഷം രൂപ അവരുടെ കയ്യിൽ വന്നിട്ടുണ്ടാവണം. അവരെവിടെയെങ്കിലും പോയി വീടും സ്ഥലമൊക്കെ വാങ്ങിച്ച് താമസിക്കുന്നതും ഉണ്ടാകണം. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം പിന്നീട് ലോക്കൽ പോലീസിൻ്റെ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിക്കൊടുത്തു. കാരണം ലോക്കൽ പോലീസിന് നേപ്പാളിലൊക്കെ പോയി അന്വേഷിക്കാനുള്ള അസൗകര്യം ഉള്ളതുകൊണ്ട് കേസ് ഇതുവരെ യാതൊരു റിക്കവറി നടത്താതെയും അല്ലെ പ്രതികളിൽ നിന്ന് പിടിക്കാനും ലോക്കൽ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ അത് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷിക്കുന്നത്. ഈ ഗാങ്ങിനെ കണ്ടെത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ മുതലുകളെപ്പറ്റി അന്വേഷിക്കാനും അത് റിക്കവർ ചെയ്യാനും കഴിയുള്ളൂ. എന്തായാലും സമീപഭാവിയിലെങ്കിലും ഈ ആളെ കണ്ടെത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഇന്ത്യയിൽ എങ്ങോട്ടാണ് ഇവർ പോയതെന്നും അറിയില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിലോ അങ്ങനെയുള്ള ആരും അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സ്ഥലവും വാങ്ങിച്ച് അവർ ജീവിക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും നേപ്പാളിലെ ഇവരുടെ ആ ഗാങ്ങിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അവിടെ പോയി അന്വേഷിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അവിടുത്തെ ക്രൈംബ്രാഞ്ചോ അവിടുത്തെ ആൾക്കാരും ഈ ഗാങ്ങിനെ പിടിച്ചിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിയുമ്പം കുറേയൊക്കെ വിവരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉള്ളതായിട്ട് ചിലപ്പോൾ അവർക്കറിയാം. അതുകൊണ്ട് ഒരു സംഘം അവിടെ ഇവരുടെ ഈ ഡീറ്റെയിൽസും ഇവരെ ആ CCTV ദൃശ്യത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ ആയിട്ട് പോയി അവർ പറഞ്ഞിരിക്കുന്ന നേപ്പാളിലെ അവർക്ക് ഏതെങ്കിലും ആ പിടിച്ച ഒരാളെപ്പറ്റി ഇവരെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതുമായിട്ട് നേപ്പാൾ പോലീസിൽ പോയിട്ട് ഇവരുടെ അവൈലബിളായ ഫോട്ടോകൾ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പാടില്ലെങ്കിലും കുറേയൊക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും CCTV ദൃശ്യത്തിൽ. അതുമായിട്ടൊരു സംഘം അവിടെ പോയി 1-2 ആഴ്ച താമസിച്ചെങ്കിൽ മാത്രമേ ഈ കേസിന് എന്തെങ്കിലും ക്ലൂ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും 80 പവനാണ് ഏകദേശം 1 കോടി രൂപയുടെ
മോഷണമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പോലീസും ക്രൈംബ്രാഞ്ച് കുറച്ചുകൂടി അത്യുത്സാഹമായിട്ട് ഇത് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, 1.25 വർഷത്തോളം എത്തിയിരിക്കുന്നു. അടിയന്തരമായി ഈ കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിക്കും DGP ഒക്കെ ശ്രദ്ധ വേണം. പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ പോലീസ്. ഇത്രയും വലിയ ഒരു എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ തൂക്കമുള്ള സ്വർണ്ണങ്ങൾ പോയതുകൊണ്ട് അത് കുറച്ചുകൂടെ ഗൗരവകരമായിട്ട് പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.